നമസ്കാരം. സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 7000 അടി ഉയരത്തിൽ കണ്ടെത്തിയ പുരാതന റോമൻ സൈനിക ക്യാമ്പ് പുരാവസ്തു ഗവേഷണ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു കണ്ടെത്തലായി മാറിയിരിക്കുകയാണ്. 2000 വർഷത്തോളം ലോകത്തിൻ്റെ കണ്ണിൽപ്പെടാതെ മറഞ്ഞുകിടന്ന ഈ പ്രദേശം റോമൻ സാമ്രാജ്യത്തിൻ്റെ സൈനിക തന്ത്രങ്ങളെയും അവരുടെ അസാമാന്യമായ യുദ്ധനൈപുണ്യത്തെയും കുറിച്ചുള്ള പുതിയ അറിവുകളാണ് നൽകുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഗ്രൗണ്ട് ബുണ്ടൻ കന്റോണിലെ ഉന്നത തടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇത്രയും കാലം കണ്ടെത്തപ്പെടാതെ ഇരുന്നത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടുകൂടിയാണ്. ബാസൽ സർവകലാശാലയിലെ ഗവേഷകരും ഗ്രൗണ്ടൻ പുരാവസ്തു സേവന വിഭാഗവും ചേർന്ന് നടത്തിയ പഠനങ്ങളാണ് ചരിത്രത്തിൻ്റെ ഈ മറഞ്ഞുകിടന്ന അധ്യായം പുറം ലോകത്ത് എത്തിച്ചത്. ഈ സൈനിക ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ തന്ത്രപരമായ സ്ഥാനമാണ്. ചുറ്റുമുള്ള താഴ്വരകളെയും പർവ്വത പാതകളെയും കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലാൻഡ് വാസർട്രൽ, അൽ ബുലാത്തൽ തുടങ്ങിയ 4ഓളം പ്രധാന താഴ്വരകളെയും ലെൻസർഹൈഡ് എന്ന പ്രധാന പർവ്വത പാതയെയും ഈ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് സൈനികർക്ക് നിരീക്ഷിക്കാമായിരുന്നു. ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുവാനും പ്രതിരോധം തീർക്കുവാനും ഈ ഉയരം അവരെ സഹായിച്ചു. സാധാരണഗതിയിൽ റോമൻ സൈന്യം ഇത്രയും ഉയർന്ന പ്രദേശങ്ങളിൽ കോട്ടകൾ നിർമ്മിക്കാറില്ല എന്നതിനാൽ ഗവേഷകർക്ക് ഇതൊരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു. കോട്ടയുടെ അവശിഷ്ടങ്ങളായി 3 കിടങ്ങുകളും സംരക്ഷണ മതിലുകളും ഇന്നും അവിടെ ദൃശ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ പ്രദേശം ഗവേഷകർ തിരിച്ചറിഞ്ഞത്. 2021 മുതൽ ക്രാബ് സൈഡ് മേഖലയിൽ പഠനം നടത്തി വരികയായിരുന്ന സംഘം ലിഡാർ ഡേറ്റയും ഉയർന്ന റെസല്യൂഷനുള്ള ഡിജിറ്റൽ ഭൂപ്രകൃതി മോഡലുകളും ഉപയോഗിച്ചാണ് പർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്ത് മനുഷ്യനിർമ്മിതമായ ഈ ഉറപ്പുള്ള ഘടന കണ്ടെത്തിയത്. ഒരു സന്നദ്ധ പ്രവർത്തകൻ യാദൃശ്ചികമായി ശ്രദ്ധിച്ച ഈ ഭൂപ്രകൃതി വ്യതിയാനമാണ് ഈ വലിയ കണ്ടെത്തലിലേക്ക് വഴി തുറക്കുന്നത്. താഴ്വരയിലുള്ള പ്രസിദ്ധമായ റോമൻ യുദ്ധഭൂമിയിൽ നിന്നും ഏകദേശം 3000 അടി മുകളിലാണ് ഈ നിരീക്ഷണ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഈ ക്യാമ്പ് റോമൻ സൈന്യത്തിൻ്റെതാണെന്ന് ഉറപ്പിക്കാൻ ഗവേഷകരെ സഹായിച്ചത് അവിടെ നിന്ന് ലഭിച്ച ആയുധങ്ങളും മറ്റ് വസ്തുക്കളുമാണ്. റോമൻ സൈനികർ ഉപയോഗിച്ചിരുന്ന തെറ്റാലി ഉണ്ടകൾ, ഷൂവിലടിക്കുന്ന ആണികൾ, മറ്റ് സൈനിക ഉപകരണങ്ങൾ എന്നിവ ഇവിടെ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും നിർണായകമായത് റോമൻ 3-ാം ലെജിയൻ്റെ ഔദ്യോഗിക മുദ്ര പതിപ്പിച്ച സ്ലിംഗ് ബുള്ളറ്റുകളാണ്. താഴെയുള്ള യുദ്ധഭൂമിയിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുടെ അതേ കാലഘട്ടത്തിലുള്ളവയാണ് ഇവയെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും കൃത്യതയോടെയും ആസൂത്രണത്തോടെയും കൂടി റോമൻ സൈന്യം നീങ്ങിയിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ടെത്തൽ. ചുരുക്കത്തിൽ ആൽപ്സ് പർവ്വതനിരകളിലെ ഈ കണ്ടെത്തൽ പുരാതന റോമൻ ചരിത്രത്തെ പുതിയൊരു കോണിലൂടെ കാണുവാൻ ഗവേഷകരെ പ്രേരിപ്പിക്കുന്നു. ദുർഘടമായ മലനിരകളിൽ പോലും തങ്ങളുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കാനും പ്രതിരോധം തീർക്കുവാനും റോമൻ സൈന്യം കാണിച്ച വൈദഗ്ധ്യം അത്ഭുതകരമാണ്. ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും പങ്കെടുത്ത ഈ ഉത്ഖനനം റോമൻ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാലത്തെ അതിജീവിച്ചു നിന്ന ഈ കല്ലുകളും കിടങ്ങുകളും പുരാതന ലോകത്തിൻ്റെ സൈനിക ശക്തിയെയും ബുദ്ധിയെയും ഇന്നും വിളിച്ചോതുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.